ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ സ്കൂളിനടുത്തെത്തി പക്ഷെ ടീച്ചറെ കണ്ടില്ല. പറയാറുണ്ടല്ലോ, ഞാൻ സ്കൂളിനടുത്തെത്തി പക്ഷേ ടീച്ചറെ കണ്ടില്ല. ഇവിടെ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം എങ്ങനെ പറയൂ? I reached near the school. I reached near the school. സ്കൂളിനടുത്തെത്തി but I didn't see the teacher. I reached near the school but I didn't see the teacher. ഞാൻ സ്കൂളിനടുത്തെത്തി പക്ഷേ ഞാൻ ടീച്ചറെ കണ്ടില്ല. ഇനി എൻ്റെ ഫോൺ കാണുന്നില്ല, എൻ്റെ ചാവി കാണുന്നില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ഒരു വസ്തു കാണുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് can't find, അതായത് ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക എന്നാണ് അല്ലേ, കാണുക. അപ്പോൾ ക്യാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഐ ക്യാൻറ്റ് ഫൈൻഡ് മൈ ഫോൺ, അല്ലെങ്കിൽ ഐ ക്യാൻറ്റ് ഫൈൻഡ് മൈ കീ, എൻ്റെ ചാവി കാണുന്നില്ല, എൻ്റെ കീ കാണുന്നില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ക്യാൻറ്റ് ഫൈൻഡ് മൈ ഫോൺ, ക്യാൻറ്റ് ഫൈൻഡ് മൈ കീ. ഞാൻ ക്രിക്കറ്റ് കാണുകയാണ് എന്നെങ്ങനെ പറയാം? ഞാൻ ക്രിക്കറ്റ് കാണുകയാണ്. ഈ കാണൽ എന്താണ്? ഒരു കൗതുകത്തോടെ നമ്മൾ നോക്കി നിൽക്കുകയാണ്. സോ ഐ എം വാച്ചിങ് ക്രിക്കറ്റ് അല്ലേ, ഐ എം വാച്ചിങ് ക്രിക്കറ്റ് എന്നാണ് ഇവിടെ പറയേണ്ടത്. അല്ലാതെ അവിടെ സീയിങ്ങോ മീറ്റിങ്ങോ എന്നൊന്നുമല്ല. ഐ എം വാച്ചിങ് ക്രിക്കറ്റ്. ഇന്ന് 7 മണിക്ക് ബാങ്കിൽ എത്തിയിരുന്നെങ്കിൽ എനിക്ക് മാനേജറെ കാണാമായിരുന്നു. ഇന്ന് 7 മണിക്ക് ബാങ്കിൽ എത്തിയിരുന്നെങ്കിൽ എനിക്ക് മാനേജറെ കാണാമായിരുന്നു. എത്താത്തത് കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. അപ്പം എങ്ങനെ പറയാ ഒരു സിറ്റുവേഷൻ? ഇന്ന് 7 മണിക്ക് ബാങ്കിൽ എത്തിയിരുന്നെങ്കിൽ എനിക്ക് മാനേജറെ കാണാമായിരുന്നു അല്ലേ. ഇഫ് ഐ ഹാഡ് റീച്ച്ഡ് ദ ബാങ്ക് അറ്റ് 7 ടുഡേ, ഇഫ് ഐ ഹാഡ് റീച്ച്ഡ് ദ ബാങ്ക് അറ്റ് 7 ടുഡേ, ഇന്ന് 7 മണിക്ക് ബാങ്കിൽ എത്തിയിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് സീൻ ദ മാനേജർ, എനിക്ക് മാനേജറെ കാണാമായിരുന്നു അല്ലേ. അവിടെ കുഡ് ഹാവ് യൂസ് ചെയ്തു. കുഡ് ഹാവ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വെർബ് V3 ഫോമിലാണ് വരിക. അപ്പോൾ സീൻ്റെ V3 സീനാണ്. ഇഫ് ഐ ഹാഡ് റീച്ച്ഡ് ദ ബാങ്ക് അറ്റ് 7 ടുഡേ ഐ കുഡ് ഹാവ് സീൻ ദ മാനേജർ. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഐ സോ മൈ ഫ്രണ്ട് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? ആ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള കൃത്യ പ്ലേസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഐ സോ മൈ ഫ്രണ്ട് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പം നിന്ന് എന്ന് പറയുമ്പോൾ ഫ്രം വേണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ പറഞ്ഞ ഷോപ്പ് കണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ആളെ ഷോപ്പ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവും. ആ ഷോപ്പിനെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് യു സീ ദ ഷോപ്പ് ഐ മെൻഷൻഡ്? ഡിഡ് യു സീ ദ ഷോപ്പ് ഐ മെൻഷൻഡ്? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്.